ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാര്യം ശരി, ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സൗരന്മാരാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും, എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും, ഹിന്ദുക്കളും മുസ്ലിമുകളും അപ്രകാരമല്ല ഇന്ത്യയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ രണ്ട് വിഭാഗമാണ് മെയിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടത്. ഒന്ന് മുതിർന്ന ജാതിയും, രണ്ട് ഷെഡ്യൂൾ കാസ്റ്റ്. അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റുകാരാണ് എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നത്. അവർക്ക് കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും, അത് സർക്കാർ ജോലിയുടെ വിഷയത്തിലാണെങ്കിലും ശരി, ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റുന്ന കാര്യത്തിലായാലും ശരി, ഗവൺമെൻറ് സ്കൂളുകളും കോളേജിലും അഡ്മിഷൻ കിട്ടുന്ന കാര്യമായാലും ശരി, എല്ലാ കാര്യങ്ങളിലും അപ്രകാരമാണ്. അതേസമയം തന്നെ ഇതിൻ്റെ അകത്ത് വലിയൊരു പ്രശ്നം വന്നത്, ഇതിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ മുതിർന്ന ജാതിയിലും പാവപ്പെട്ടവരുണ്ട്. ഈ രണ്ട് സമുദായങ്ങളിലാണ് ഷെഡ്യൂൾ കാസ്റ്റുകൾ രണ്ട് വേർതിരിവ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടത്. മുസ്ലിം സമുദായം പൂർണ്ണമായിട്ടും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്നവരായതുകൊണ്ട് അവർക്കും ഈ ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റി അവർ പലയിടത്തും അവരെത്തി. എന്നാൽ ഹിന്ദുക്കളുടെ ഇടയിൽ, ഈ മുതിർന്ന ജാതിയുടെ ഇടയിലിരിക്കുന്ന പാവപ്പെട്ടവർക്കും ക്രൈസ്തവരുടെ ഇടയിലുള്ള പാവപ്പെട്ടവർക്കും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല. ഇത് ഇന്ത്യയിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ ഗുരുതരമായി എഫക്റ്റ് ചെയ്തു. ഇന്ത്യയിൽ ഒരുപാട് വർഗീയ ആളുകൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും ഹിന്ദുക്കൾ മുസ്ലിങ്ങളോടുള്ള ചുറുക്ക് ഉണ്ടാവാനുള്ള അനവധി കാരണങ്ങളൊരു കാരണം ഇതാണ്. കാരണം ആനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലിംസ് അടിച്ചുകൊണ്ട് പോകുന്നു എന്ന കാരണത്താൽ. അത് ഭരണഘടനയിൽ അങ്ങനെ ഒരു ക്ലോസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് BJP ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതണം എന്നവർ പറയാനുള്ള അനവധി കാരണങ്ങളൊരു കാരണം അതാണ്. എല്ലാ കാരണവും അതല്ല, പക്ഷേ ഇതൊരു കാരണമാണ്. ബോംബെ ശിവസേന വർഗീയത സൃഷ്ടിക്കാൻ കാരണവും മുസ്ലിങ്ങൾ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു, ആ സാമൂഹിക ഘടന മുസ്ലിങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന കാരണത്താലാണ് അപ്രകാരം ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശൊക്കെ വിഭജിക്കാനുള്ള കാരണവും അതൊക്കെ തന്നെയാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയതകൾ ഉണ്ടാവാൻ അനവധി കാരണങ്ങളൊരു കാരണം അതാണ്. അപ്പോൾ ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള BJP വന്നപ്പോൾ ഹിന്ദുക്കൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെയും പിടിച്ചു പറിച്ച് എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സ്പർദ്ധ എക്കാലവും ഇന്ത്യയിൽ നിലനിൽക്കും, അതൊരിക്കലും മാറുന്നില്ല. കാര്യമൊക്കെ ശരി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സൗരന്മാരാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ സ്പർദ്ധ ഇപ്പോഴും ഉണ്ട്. അതില്ലാന്ന് പറയാൻ കഴിയില്ല. അതെല്ലാം ഉണ്ടാവാൻ കാരണം ഈ ഭരണഘടനയിൽ ഇപ്രകാരമുള്ള ക്ലോസുകൾ എഴുതി വെച്ചിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് കാണുന്ന രീതിയിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത.